ബ്യൂട്ടി മീൻസ് ക്വാളിറ്റി. ക്വാളിറ്റി പ്രൊഡക്ട്സുകളുമായി നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പങ്ങളെ സാക്ഷാത്കരിക്കുന്നതിന് ഞങ്ങളുണ്ട് കൂടെ. റോയൽ ബ്യൂട്ടി പാർലർ ആൻഡ് സ്പാ, ചേലക്കര. നാടിന്റെ വികസനത്തോടൊപ്പം പ്രകൃതിയെയും ചേർത്ത് പിടിച്ച മാതൃകയാവുകയാണ് ചേലക്കര കുറുമല നിവാസികൾ. വർഷങ്ങൾക്ക് മുൻപ് നട്ടുപിടിപ്പിച്ച തണൽ മരങ്ങൾ തണലേകുന്ന ഗ്രീൻ വാലി റോഡ് സൗന്ദര്യവൽക്കരണത്തിനൊരുങ്ങുന്നു. റോഡിന്റെ നവീകരണത്തിലും വികസനത്തിലും ഏറെ സന്തോഷത്തിലാണ് പ്രദേശവാസികൾ. ഇത് ചേലക്കരയിലെ കുറുമല ഗ്രീൻ വാലി റോഡ്. പേര് പോലെ തന്നെ പച്ചപ്പ് നിറഞ്ഞ ഈ പാതയോരം ഇന്ന് കൂടുതൽ മനോഹരമാകാൻ ഒരുങ്ങുകയാണ്. വർഷങ്ങൾക്ക് മുൻപ് പരിസ്ഥിതി സ്നേഹിയായ ഷാജി മംഗലശ്ശേരിയുടെയും മത്തായി കോയിക്കാമാളികയിൽ എന്നിവരുടെ നേതൃത്വത്തിൽ പാതയോരത്ത് വെച്ചുപിടിപ്പിച്ച മരങ്ങളാണ് ഇന്ന് വഴിപോക്കർക്ക് കുളിർമയേകുന്ന തണലായി മാറി നിൽക്കുന്നത്. ചേലക്കര ഗ്രാമപഞ്ചായത്തിന്റെ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് റോഡ് സൗന്ദര്യവൽക്കരണ പ്രവർത്തികൾ പുരോഗമിക്കുന്നത്. പ്രായമായവർക്ക് സമാധാനമായി വിശ്രമിക്കാനുള്ള വയോജനങ്ങൾക്ക് ഇരിപ്പിടം പദ്ധതിയും ഇതിന്റെ ഭാഗമായി നടപ്പിലാക്കുന്നുണ്ട്. റോഡിന്റെ ഐറിഷ് ഡ്രെയിനേജ് പണികൾക്കായി 5 ലക്ഷം രൂപയും സൗന്ദര്യവൽക്കരണ പ്രവർത്തനങ്ങൾക്കായി 3.5 ലക്ഷം രൂപയുമാണ് പഞ്ചായത്ത് വകയിരുത്തിയിരിക്കുന്നത്. പ്രവൃത്തികൾ പൂർത്തിയാകുന്നതോടെ ചേലക്കര ഗ്രാമപഞ്ചായത്തിന്റെ തന്നെ പ്രധാന ആകർഷണ കേന്ദ്രമായി കുറുമല ഗ്രീൻ വാലി റോഡ് മാറും. ഈ റോഡിൻ്റെ പേര് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ OP നായർ റോഡ് എന്നായിരുന്നു. 2012 ഈ റോഡ് നവീകരിച്ച് കഴിഞ്ഞപ്പോൾ ഈ റോഡിൻ്റെ ഇരുവശവും ഞാനും ബഹുമാനപ്പെട്ട മത്തായി കോയിക്കമാളികയിലും കൂടി നാട്ടുകാരുടെ സഹകരണത്തോടു കൂടി വെച്ച് പിടിപ്പിച്ച 200ഓളം ഉങ്ങും ചെടികളാണ് ഇപ്പോൾ നാട്ടുകാർ ഏറ്റെടുത്ത്, അത് പ്രദേശവാസികൾ ഏറ്റെടുത്ത്, അതിനേക്കാൾ ഉപരി പഞ്ചായത്ത് ഏറ്റെടുത്തതിലുള്ള സന്തോഷം ആദ്യം തന്നെ പങ്കുവെക്കട്ടെ. ഈ ഉങ്ങും ചെടികൾ വളർന്ന് ഒരു തണലായി മാറിയപ്പോൾ ഈ പ്രദേശത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും ആളുകൾ വന്ന് ഈ ചെടികളിൻ്റെ ചുവട്ടുകളിൽ നിൽക്കുകയും ബഹുമാനപ്പെട്ട മുൻ പഞ്ചായത്ത് മെമ്പറോട് നമ്മൾ ഈ വരുന്ന സായാഹ്നങ്ങളിൽ വന്ന് നിൽക്കുന്ന വയോധികർക്ക് ഇരിക്കാനുള്ളൊരു ഇരിപ്പിടത്തിൻ്റെ സൗകര്യവും, അതുപോലെ പാമ്പുകളുടെയൊക്കെ ശല്യമുള്ളത് കൊണ്ട് കോൺക്രീറ്റ് ചെയ്ത് കുറച്ച് ഇരിപ്പിടങ്ങൾ എന്തെങ്കിലും ചെയ്യണമെന്നുള്ളൊരു അഭ്യർത്ഥനയുടെ ഭാഗമായി മുൻ മെമ്പറാണ് ഇതിന് ഇനീഷ്യേറ്റീവ് എടുത്ത് ഇങ്ങനെ ഒരു പദ്ധതി പഞ്ചായത്തിൽ അവതരിപ്പിച്ച് പഞ്ചായത്ത് ഭരണസമിതി ഇതിന് ഇങ്ങനെ ഫണ്ട് വെച്ചത്. ഇപ്പോഴത്തെ മെമ്പറും ഇപ്പോഴത്തെ ഭരണസമിതിയും കൂടി അത് ഉൾക്കൊണ്ടുകൊണ്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചതിൽ നാട്ടുകാരായ ഞങ്ങൾ വളരെ സന്തോഷം ഇപ്പോഴത്തെ ഭരണസമിതിക്കും മുൻ ഭരണസമിതിക്കും രേഖപ്പെടുത്തട്ടെ. ഈ ഞങ്ങൾക്ക് പറയുവാനുള്ളത്, ഇപ്പോൾ ചെയ്തിരിക്കുന്നത് ഇത് വെറും 290 മീറ്റർ മാത്രമാണ്. ഈ റോഡ് 2 കിലോമീറ്ററോളം ദൂരമുണ്ട്. ഈ 2 കിലോമീറ്ററും പ്രധാനമന്ത്രിയുടെ ഫണ്ട് ഉപയോഗിച്ച് പണിതിരിക്കുന്ന റോഡാണ്. 2 സൈഡും ഇതുപോലെ തന്നെ കോൺക്രീറ്റ് ചെയ്ത് മനോഹരമാക്കി ജനങ്ങൾക്ക് ഉപകാരപ്രദമാവുന്ന രൂപത്തിൽ ചെയ്തു തരണമെന്നാണ് വിനീതമായി അഭ്യർത്ഥിക്കാനുള്ളത്. റോഡ് വികസനം പൂർത്തിയാകുന്നതോടെ പ്രദേശം കൂടുതൽ സുരക്ഷിതമാക്കാൻ CCTV ക്യാമറകൾ സ്ഥാപിക്കണമെന്നാണ് നാട്ടുകാരുടെ പ്രധാന ആവശ്യം. ഇത്രയും ചെയ്തത് നല്ലൊരു കാര്യം, ഞങ്ങൾ അഭിനന്ദിക്കുന്നു. കൂടാതെ ഇതുപോലെ ക്യാമറയൊക്കെ വെച്ച് ഈ വേസ്റ്റ് ഇടുന്നതും അതുപോലെ സാമൂഹ്യ വിരുദ്ധരുടെ ചില സംഗതികളൊക്കെ ഉണ്ട്, അതൊക്കെ മാറിക്കിട്ടുന്നതിനും പിന്നെ അതുപോലെ നല്ല വെളിച്ചവും അതുപോലെ ആക്കി കിട്ടുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും. പൊതുസ്ഥലങ്ങളിൽ മാലിന്യം വലിച്ചെറിയുന്നതും സാമൂഹ്യ വിരുദ്ധരുടെ ശല്യവും തടയാൻ CCTVകൾ സഹായിക്കും. കൂടാതെ കൂടുതൽ തെരുവ് വിളക്കുകൾ സ്ഥാപിക്കണമെന്നും നാടിന്റെ ആരോഗ്യ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താൻ ഒരു ഓപ്പൺ ജിം കൂടി അനുവദിക്കണമെന്നും ഷാജി മംഗലശ്ശേരിയും നാട്ടുകാരും ആവശ്യപ്പെടുന്നു. ഇപ്പോൾ വരുന്ന ജനങ്ങൾ ഒക്കെ രാവിലെയും വൈകുന്നേരമായിട്ട് വ്യായാമത്തിന് വേണ്ടിയിട്ടാണ് കൂടുതലായിട്ട് ഈ റോഡ് ഉപയോഗിച്ച് വരുന്നത്. അവർക്ക് സൗകര്യപ്രദമായിട്ടുള്ള ഒരു സംവിധാനം ആണ് പഞ്ചായത്ത് ഇപ്പോൾ ഒരുക്കിയിട്ടുള്ളത്. ആ പഞ്ചായത്തിൻ്റെ ഭരണസമിതിയെ ഞങ്ങൾ പ്രശംസിക്കുകയാണ്. ഈ റോഡിലൂടെ ധാരാളം വിവിധ പ്രായത്തിലുള്ള ആളുകൾ വ്യായാമത്തിന് വേണ്ടിയിട്ട് രാവിലെയും വൈകുന്നേരമായിട്ട് നടന്നു വരുന്നുണ്ട്. അവർക്ക് വ്യായാമത്തോട് അനുബന്ധിച്ച് തന്നെ ഒരു ഓപ്പൺ ജിമ്മ് ഈ തണലിൽ വെക്കാനായിട്ടൊരു സംവിധാനം പഞ്ചായത്ത് ഏർപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇവിടുത്തെ ജനങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായിരിക്കും. വികസനവും പരിസ്ഥിതി സംരക്ഷണവും കൈകോർക്കുമ്പോൾ ഒരു നാട് എങ്ങനെ സുന്ദരമാകുന്നു എന്നതിന്റെ മികച്ച ഉദാഹരണമായി മാറുകയാണ് ചേലക്കരയിലെ ഈ ഗ്രീൻ വാലി റോഡ്. CCV ന്യൂസ്, ചേലക്കര.